പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 5th ചാപ്റ്ററാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ പേജ് നമ്പർ 102. ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതായത് ഒരു എക്സ്പ്ലോഷൻ്റെ ഫിഗർ ഉണ്ട്, അതേപോലെ റസ്റ്റിംഗ് ഓഫ് അയൺ, ദെൻ ചേഞ്ചസ് ഇൻ റോക്സ് ഡ്യൂ ടു കെമിക്കൽ വെതറിങ്. നിങ്ങൾ ഏത് ക്ലാസ് പഠിച്ചതാണ് ഇതിൽ കെമിക്കൽ വെതറിങ് ഒക്കെ. ദെൻ ഫില്ലിംഗ് ഓഫ് ഡെൻ്റൽ ക്യാവിറ്റി. ഈ 4 ഫിഗറും ഒബ്സർവ് ചെയ്തിട്ട് ഡു ഓൾ ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്വർ അറ്റ് ദ സെയിം റേറ്റ്. ഈ എല്ലാ കെമിക്കൽ റിയാക്ഷൻസും ഒരേ റേറ്റിലാണോ നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാലല്ലേ വിത്തിൻ സെക്കൻഡ്സ്, അത്രയും സ്പീഡിൽ നടക്കുന്ന റിയാക്ഷനാണ്. നേരെ മറിച്ച് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ സാവധാനം നടക്കുന്ന റിയാക്ഷനാണ്. ഇനി അതേപോലെ തന്നെയാണ് കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് ആ പാറ എന്ത് ചെയ്യുക, കാലക്രമേണ കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക വെതറിങ് നടന്നിട്ട് ഈ രൂപത്തിലേക്ക് മാറുന്നത്. then ഇവിടെ ഒരു ക്വസ്റ്റ്യന്, സിമിലർലി ഇഫ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് ടു ഫാസ്റ്റ് വാട്ട് വിൽ ബി ഇറ്റ് ഹാംഫുൾ എഫക്റ്റ്. അതായത് റസ്റ്റിംഗ് ഓഫ് അയൺ നല്ല സ്പീഡിലാണ് നടക്കുന്നതെങ്കിൽ എന്തൊക്കെ ആയിരിക്കും അതിൻ്റെ ദോഷഫലം? നമുക്കറിയാമല്ലേ, അയൺ ടൂൾസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, വെപ്പൺസൊക്കെ എന്തുവാ അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് റെസ്റ്റായി പോവുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലല്ലോ. വാട്ട് മെഷേഴ്സ് ഡു വി ടേക്ക് ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് ഫുഡ്, അല്ലേ? അതായത് ഫുഡ് മെറ്റീരിയൽസ് കേടാവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാന്ന്? പ്രിസർവ് യൂസിങ് സാൾട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഉപ്പിലിട്ട് വെക്കും. അതേപോലെ യൂസ് ഓഫ് പ്രിസർവേറ്റീവ്സ്, കീപ്പ് റെഫ്രിജറേറ്റർ, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അതേപോലെ ഡ്രൈ ചെയ്യും, അല്ലേ? അങ്ങനെ പല മെത്തേഡ്സും നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഫാക്ടേഴ്സ്, സെവറൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. പ്രധാനമായിട്ടും 5 ഫാക്ടറാണ് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. നാച്ചർ ഓഫ് റിയാക്റ്റൻസ്, അതായത് റിയാക്റ്റൻസിൻ്റെ സ്വഭാവം. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, ഗാഢത. ദെൻ തേർഡ് വൺ സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്, റിയാക്റ്റൻസിൻ്റെ സർഫസ് ഏരിയ. ദെൻ ഫോർത്ത് വൺ ടെമ്പറേച്ചർ ആൻഡ് ഫിഫ്ത്ത് വൺ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. ഈ 5 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഓരോ ഫാക്ടറും ഏതൊക്കെ രീതിയിലാണ് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് റിയാക്റ്റൻസ്. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ടേക്ക് ഈക്വൽ വോളിയം ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ 3 ടെസ്റ്റ് ട്യൂബ്. 3 ടെസ്റ്റ് ട്യൂബിൽ ഒരേ അളവിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. Then place pieces of copper, zinc and magnesium of the same size in each of the 3 test tube. 3 ടെസ്റ്റ് ട്യൂബിലും ഒരേ വലിപ്പത്തിലുള്ള, ഒരു ടെസ്റ്റ് ട്യൂബിൽ സിങ്ക്, ഒരു ടെസ്റ്റ് ട്യൂബിൽ മാഗ്നീഷ്യം, ഒരു ടെസ്റ്റ് ട്യൂബിൽ കോപ്പർ. അങ്ങനെ 3 ടെസ്റ്റ് ട്യൂബിൽ 3 മെറ്റൽസാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇനി റെക്കോർഡ് ദ ഒബ്സർവേഷൻ എന്ന് പറയുന്നുണ്ട്. അവിടെ ടെസ്റ്റ് ട്യൂബ് 1 നമ്മൾ കോപ്പറാണ് ആഡ് ചെയ്യുന്നത്, ടെസ്റ്റ് ട്യൂബ് 2 സിങ്കും, ടെസ്റ്റ് ട്യൂബ് 3 മാഗ്നീഷ്യമാണ്. അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളത്, നമ്മൾ കോപ്പർ ഇട്ട ടെസ്റ്റ് ട്യൂബിൽ അവിടെ ഒരു റിയാക്ഷനും നടക്കുന്നില്ല, നോ ബബിൾസ് ഫോംഡ്, അവിടെ ബബിൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ദെൻ സിങ്ക് ഇട്ട ടെസ്റ്റ് ട്യൂബിൽ സം ബബിൾസ് ആർ ഫോംഡ്, അതായത് സിങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ കുറച്ച് ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ മാഗ്നീഷ്യം ഇട്ട ടെസ്റ്റ് ട്യൂബിൽ, അതായത് മാഗ്നീഷ്യം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്ത് മോർ ബബിൾസ് ആർ ഫോംഡ്, അതായത് ആ റിയാക്ഷൻ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ദെൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഷോസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ടെസ്റ്റ് ട്യൂബ് 3, അതായത് മാഗ്നീഷ്യം ഇട്ടിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലാണ്. ഇവിടെ പറയുന്നുണ്ട്, കാരണം നമ്മൾ 3 ടെസ്റ്റ് ട്യൂബിലും ഒരേ അളവിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് യൂസ് ചെയ്തത്, ഒരേ വലിപ്പമുള്ള മെറ്റൽസാണ് യൂസ് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ കെമിക്കൽ റിയാക്ഷൻ വ്യത്യസ്തമാവാൻ കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഹെൻസ് സിൻസ് these metals are of the same size and the volume of hydrochloric acid is equal, it can be understood that the rate of chemical reaction is different due to the characteristic property of metals like copper, zinc and magnesium. അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വോളിയം സെയിം ആണ്, ഒരേ സൈസുള്ള മെറ്റൽസാണ് യൂസ് ചെയ്തത്, എങ്കിലും നമ്മൾ ഉപയോഗിച്ച മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് വ്യത്യസ്തമായതുകൊണ്ടാണ്, അല്ല ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഓരോന്നിലും ഓരോ വ്യത്യാസങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ കോപ്പറിനെയും സിങ്കിനെയും അപേക്ഷിച്ച് മെഗ്നീഷ്യത്തിന് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ കൂടുതലാണ്. ഇവിടെ ഇതിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ടൊരു ടേം പഠിക്കാനുണ്ട്, കൊളീഷൻ തിയറി. അതായത് ഈ കൊളീഷൻ തിയറി പറയുന്നത്, അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി എ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ് വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. അതായത് റിയാക്റ്റൻസിലെ പാർട്ടിക്കിൾ പരസ്പരം കൂട്ടിയിടിച്ചാൽ മാത്രമേ പ്രൊഡക്റ്റ് ഫോം ചെയ്യൂ എന്നാണ് പറയുന്നത്.
നോട്ട് ഓൾ കൊളീഷൻ ബിറ്റ്വീൻ റിയാക്റ്റൻ പാർട്ടിക്കിൾ ലീഡ് ടു പ്രൊഡക്റ്റ് ഫോർമേഷൻ. അതായത് എല്ലാ റിയാക്റ്റൻസും തമ്മിലുള്ള ഈ കൂട്ടിയിടി പ്രൊഡക്റ്റ് ഫോർമേഷനിലേക്ക് എത്തണമെന്നില്ല. കൊളീഷൻ ലീഡിങ് ടു പ്രൊഡക്റ്റ് ഫോർമേഷൻ ആർ കോൾഡ് എഫക്റ്റീവ് കൊളീഷൻ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന കൊളീഷന് നമ്മൾ പറയുന്ന പേരാണ് എഫക്റ്റീവ് കൊളീഷൻ എന്നാണ് പറയുക. അതായത് റിയാക്റ്റൻസ് കൂട്ടിയിടിച്ചാൽ മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ റിയാക്റ്റൻസിൻ്റെ കൂട്ടിയിടിയും പ്രൊഡക്റ്റിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ അവർ നല്ല രീതിയിലായിട്ടാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ കൂട്ടിയിടിക്കുന്നെങ്കിൽ അതിന് നമ്മൾ എഫക്റ്റീവ് കൊളീഷൻ എന്നാണ് പറയുക. എഫക്റ്റീവ് കൊളീഷൻ റിക്വയർസ് എ സെർട്ടൻ എക്സസ് എമൗണ്ട് ഓഫ് എനർജി ഫോർ ദ റിയാക്റ്റൻ പാർട്ടിക്കിൾ. അതായത് ഈ എഫക്റ്റീവ് കൊളീഷൻ നടക്കണമെങ്കിൽ ആ റിയാക്റ്റൻസ് മോളിക്യൂൾസിന് എന്ത് കിട്ടണം? ഒരു മിനിമം എനർജി കിട്ടേണ്ടതുണ്ട്. ആൻഡ് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോളിയം ആൻഡ് എനർജി ഓഫ് പാർട്ടിക്കിൾ റിസൾട്ട് ഇൻ മോർ എഫക്റ്റീവ് കൊളീഷൻ വിച്ച് ഇൻ ടേൺ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം, യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടിയാലോ അല്ലെങ്കിൽ ഈ റിയാക്റ്റൻസിന് കിട്ടേണ്ട എനർജി കൂടുതൽ കിട്ടിയാലോ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കൊളീഷൻ നടക്കും, എഫക്റ്റീവായിട്ട് കൊളീഷൻ നടക്കുകയും ചെയ്യും. അത് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ടേം വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഏകദേശം ഈ 5 പോയിൻ്റാണ് നമുക്ക് പഠിക്കാനുള്ള 5 ഫാക്ടേഴ്സാണ്. ഈ കൊളിഷൻ തിയറി വെച്ചുകൊണ്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. അതായത് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ് പറയുന്നത്. ഇവിടെ 2 ടെസ്റ്റ് ട്യൂബിൽ ടേക്ക് ഈക്വൽ വോളിയം ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ 2 ടെസ്റ്റ് ട്യൂബ്. അതായത് 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ സെയിം എമൗണ്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ കോൺസെൻട്രേറ്റഡ് HCl-ഉം രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഡൈല്യൂട്ട് HCl-ഉമാണ് ഇടുന്നത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ 2ലേക്കും ഒരു ചെറിയ പീസ് മെഗ്നീഷ്യം റിബൺ ആഡ് ചെയ്യാം. പ്ലേസ് മെഗ്നീഷ്യം റിബൺ ഓഫ് ബോത്ത് ഈക്വൽ മാസ് ടു ബോത്ത് ടെസ്റ്റ് ട്യൂബ്. അതായത് 2 ടെസ്റ്റ് ട്യൂബിലും ഒരേ വലുപ്പത്തിലുള്ള ഒരേ അളവിലുള്ള മെഗ്നീഷ്യം റിബൺ ആഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ കോൺസെൻട്രേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഈസ് എ നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയാം. then ഈ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒന്ന് കോൺസെൻട്രേറ്റഡ് HCl ആണ്, അതിലേക്ക് നമ്മൾ മെഗ്നീഷ്യം റിബൺ ആഡ് ചെയ്തു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്നത് ഡൈല്യൂട്ട് HCl ആണ്, അതിലും അതേ വലിപ്പമുള്ള മെഗ്നീഷ്യം റിബണിനാണ് ആഡ് ചെയ്തത്. ഇവിടെ ഏതിലാണ് ബബിൾസ് കൂടുതൽ ഉണ്ടായത്? നമുക്കറിയാം ടെസ്റ്റ് ട്യൂബ് 1-ലാണ് അല്ലേ. അതായത് ടെസ്റ്റ് ട്യൂബ് 1-ൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl ആണ് എടുത്തിട്ടുള്ളത്. ദെൻ റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഈച്ച് ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബ് 1-ൽ മോർ ബബിൾസ് ആർ ഫോംഡ്, ദെൻ ടെസ്റ്റ് ട്യൂബ് 2-ൽ ലെസ് ബബിൾസ് ഫോംഡ്. വിച്ച് ടെസ്റ്റ് ട്യൂബ് ഷോസ് എ ഹയർ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? അപ്പോൾ ഏതിലായിരിക്കും കെമിക്കൽ റിയാക്ഷൻ കൂടുതൽ നടന്നിട്ടുണ്ടാവുക? കൂടുതൽ ബബിൾസ് ഉണ്ടായതിൽ, അഥവാ കോൺസെൻട്രേറ്റഡ് HCl യൂസ് ചെയ്തതിൽ. You must have understood that the rate of chemical reaction in the test tube containing concentrated hydrochloric acid is higher because the number of molecule per unit volume is higher. അതായത് നമുക്കറിയാം യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HCl ആണെങ്കിൽ HCl മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. കാരണം ഡൈല്യൂട്ട് HCl നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് വോളിയത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HCl ഉള്ളതിനേക്കാളും കുറവായിരിക്കും ഡൈല്യൂട്ട് HCl-ലെ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, HCl മോളിക്യൂൾസിൻ്റെ. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഫാക്ടർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഏത് രീതിയിലാണ് കെമിക്കൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ട ആൻസർ ആസ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻക്രീസസ്. റിയാക്ഷൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ് ആൻഡ് കോൺസിക്വൻ്റ്ലി ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസസ്. ദിസ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. എല്ലാത്തിലും നമ്മൾ ഏകദേശം ഈ താഴെ പറയുന്ന കൊളീഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേം അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഏതാണോ യൂസ് ചെയ്യുന്നത് അത് ആ ഒരു ടേം മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അതായത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ്. യൂണിറ്റ് വോളിയത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടും. അതിൻ്റെ ഫലമായിട്ട് നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ്. അതായത് കൂട്ടിയിടിക്കാനുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയാണല്ലോ, അപ്പോൾ എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണവും കൂടും. ദിസ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇതെന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ കൊളീഷൻ തിയറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കൊളീഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും സ്പീഡും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ദ തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ സർഫസ് ഏരിയ. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്.
അതായത് ഒരു ബീക്കറിൽ ഡൈല്യൂട്ട് HCl എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു പീസ് മാർബിളാണ് ഇടുന്നത്, മാർബിളിൻ്റെ കഷ്ണമാണ് ഇടുന്നത്. രണ്ടാമത്തെ ബീക്കറിലും അതേ അളവിൽ ഡൈല്യൂട്ട് HCl യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൗഡേർഡ് മാർബിളാണ് ചേർക്കുന്നത്. ദെൻ വിച്ച് ആർ ദ റിയാക്റ്റൻസ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഏതൊക്കെ റിയാക്റ്റൻസ്? HClഉം മാർബിളുമാണ്. വാട്ട് ആർ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്? മാർബിൾ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും, HCl ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇവിടെ ഇതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ: മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ആണ്, CaCO3. CaCO3 + 2 HCl ഗീവ്സ് CaCl2 + H2O + CO2. അതായത് കാൽസ്യം കാർബണേറ്റും HClഉം റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാൽസ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ദ സെയിം ഇൻ ബോത്ത് ദ ബീക്കർ? രണ്ട് ബീക്കറിലും റേറ്റ് ഓഫ് റിയാക്ഷൻ സെയിം ആണോ? നമുക്ക് ആ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അല്ലേ? അതായത് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ, അതായത് പൗഡേർഡ് മാർബിൾ യൂസ് ചെയ്തതിലാണ് കൂടുതൽ ബബിൾസ് ഫോം ചെയ്യുന്നത്. ഈസ് സർഫസ് ഏരിയ ഓഫ് ദ മാർബിൾ ഈക്വൽ? രണ്ട് മാർബിളിൻ്റെയും സർഫസ് ഏരിയ ഈക്വൽ ആണോ? അല്ലല്ലോ. അതായത് മാർബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ മാർബിളിനെ പൊടിയാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക. കാരണം എല്ലാ മാർബിളിൻ്റെ എല്ലാ പോർഷനും എന്ത് ചെയ്യുക? ആ മോളിക്യൂൾസായിട്ട് കോൺടാക്റ്റ് വരികയാണ് ചെയ്യുക. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും? മോളിക്യൂൾസായിട്ടുള്ള കോൺടാക്റ്റ് കൂടും. Then what change occurs in the rate of collision between the reactant molecule as the surface area increases? അല്ലേ? അതായത് സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കൊളീഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം കൂടുതൽ കൂട്ടിമുട്ടലുകൾ നടക്കും. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇഫ് ദ മാർബിൾ പീസസ് ആർ ഗ്രൗണ്ട് ടു ഫൈൻ പൗഡർ? അപ്പോൾ ഈ മാർബിൾ പീസസിനെ നമ്മൾ ചെറിയ പൊടിയാക്കി മാറ്റുകയാണെങ്കിലും ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. Then surface area is the main factor influencing the rate of chemical reaction involving solids. കാരണം സോളിഡ്സിനാണല്ലേ ഈ സർഫസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടർ വരുന്നത്. ഇനി ഇതേപോലെ സർഫസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്നതാണ് ഓർത്ത് വെക്കേണ്ടത്. നമുക്ക് കാര്യമായിട്ട് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത് കണ്ടന്റ് മാത്രമാണ്. കാരണം എന്താ, ഓരോന്നും എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന്. Then when substances are broken down into smaller pieces or powdered, the surface area increases. നമുക്കറിയാം, സബ്സ്റ്റൻസിനെ ബ്രോക്കൺ ഡൗൺ ചെറിയ പീസാക്കുകയോ അല്ലെങ്കിൽ പൗഡർ ആക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും, റിസൾട്ടിങ് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻവോൾവ്ഡ് ഇൻ ദ കെമിക്കൽ എഫക്റ്റീവ് കൊളീഷൻ, ദർബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻവോൾവ്, എഫക്റ്റീവ് കൊളീഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിന് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത് സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സർഫസ് ഏരിയ കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. ദെൻ നാലാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ലെറ്റ് us examine the reaction between ammonium chloride and sodium hydroxide. What are the product obtained when these compounds react? അതായത് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡും NaOHും റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡും വാട്ടറും NH3 അല്ലെങ്കിൽ അമോണിയാണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇവിടെ അതാ എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. Take 2 ml of ammonium chloride solution in a test tube and pour into 2 ml of sodium hydroxide solution taken in another test tube. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനെ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന അതേ അളവ് 2 ml എടുത്തിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഡിഡ് യു ഒബ്സർവ് ദ ഫോർമേഷൻ ഓഫ് എനി പ്രോഡക്റ്റ്? ഇവിടെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോ അല്ലേ, അവിടെ പ്രോഡക്റ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല. Wave your hand so that air from the mouth of the test tube moves towards your nose as shown in figure. അല്ലേ, അതായത് നമ്മൾ കൈ വേവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ആ സ്മെല്ലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡു യു എക്സ്പീരിയൻസ് എനി സ്മെൽ? നോ അല്ലേ, നമുക്ക് അവിടെ ഒരു സ്മെല്ലും കിട്ടുന്നില്ല. കാരണം ഇവിടെ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ഷൻ നടക്കുന്നില്ല. ഹീറ്റ് ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ചെക്ക് ദ സ്മെല്ലെങ്കിൽ. ഇതേ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആ ടെസ്റ്റ് ട്യൂബിനൊന്ന് ചൂടാക്കിയിട്ട് സ്മെല്ല് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. The pungent smell of ammonia is obtained when the test tube is heated. ടെസ്റ്റ് ട്യൂബ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അമോണിയയുടെ ഒരു പഞ്ചന്റ് സ്മെല്ല്, ഒരു രൂക്ഷഗന്ധമാണ് നമുക്കറിയാൻ പറ്റുക. ദാറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ എന്ത് ചെയ്തു? ചൂടാക്കാത്ത സമയത്ത് അവിടെ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചു? റിയാക്ഷൻ്റെ റേറ്റ് കൂടി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പ്രൊഡക്റ്റ് ഫോം ചെയ്തു. അതാണ് നമുക്ക് ആ സ്മെല്ലുണ്ടാവാൻ കാരണം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പഠിക്കേണ്ട ഒരു ടേമാണ് ത്രെഷോൾഡ് എനർജി. നമ്മൾ ഓൾറെഡി കൊളീഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. റിയാക്റ്റൻസ് അണ്ടർഗോയിങ് എ കെമിക്കൽ റിയാക്ഷൻ റിക്വയർ എ certain amount of kinetic energy to get converted into product. This energy is called threshold energy.
അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസിന് ഒരു സെർട്ടൻ എമൗണ്ട്, ഒരു മിനിമം എനർജി, കൈനറ്റിക് എനർജി കിട്ടേണ്ടതുണ്ട്. അതായത് ഒരു റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറണമെങ്കിൽ അവൾക്കൊരു മിനിമം എനർജി കിട്ടേണ്ടതുണ്ട്. ആ എനർജിക്കാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. വെൻ ദ റിയാക്റ്റൻസ് ആർ ഹീറ്റഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഓരോ ഫാക്ടറും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതിലും ഇതേപോലെ ഈ ടെമ്പറേച്ചറിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നതാണ്. When the reactants are heated, the kinetic energy of the particles increases. അതായത് റിയാക്റ്റൻസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ്, ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾ ദാറ്റ് അറ്റൈൻ ദ ത്രെഷോൾഡ് എനർജി ഇൻക്രീസസ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ത്രെഷോൾഡ് എനർജി ലഭിക്കുന്ന മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടും. And as a result, the number of effective collision increases, leading to an increase in the rate of reaction. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ത്രെഷോൾഡ് എനർജി കിട്ടുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അതായത് കൂടുതൽ പാർട്ടിക്കിൾസിന് ത്രെഷോൾഡ് എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊളീഷൻ വേഗം നടക്കും, എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണം കൂടും. എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും ഓർത്ത് വെക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ കൊളീഷൻ്റെ റേറ്റ് കൂടും, അല്ലെങ്കിൽ കൊളീഷൻ കൂട്ടിയതിൻ്റെ എണ്ണം കൂടുകയാണല്ലോ ചെയ്യുക. കൊളീഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ എല്ലാത്തിലും ഒരു ബേസ് ആയിട്ടുള്ള ടേം പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഏതാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഫസ്റ്റ് പോർഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. Then the last one, effect of catalyst. Have you heard the compound hydrogen peroxide? An aqueous solution of hydrogen peroxide is used as a disinfectant ഇൻ അവർ ഹോംസ് ആൻഡ് ഹോസ്പിറ്റൽ. അല്ലേ, നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നഖത്തിലൊക്കെ നമ്മൾ അഴുക്കൊക്കെ പോക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ക്യാൻ ലിബറേറ്റ് ഓക്സിജൻ വെൻ ഇറ്റ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ. നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡിന് എന്തായിട്ട് ഡീകമ്പോസിഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഓക്സിജനെ പുറത്ത് വിടാൻ കഴിയുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. 2H2O2 ഗീവ്സ്, അതായത് H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡാണ്, ഗീവ്സ് 2H2O + O2, അതായത് വാട്ടറും ഓക്സിജനാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് പറയുന്നത്, ടേക്ക് സം ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഇൻ എ ബോയിലിംഗ് ട്യൂബ്. കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഒരു ബോയിലിംഗ് ട്യൂബിൽ എടുക്കുക. ഇൻസേർട്ട് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഇൻ ദ ബോയിലിംഗ് ട്യൂബ്. അതിലേക്കൊന്ന് എരിയൊന്ന് ചന്ദനത്തിരി കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ ബേണിംഗ് ഓഫ് ദ ഇൻസെൻസ് സ്റ്റിക്ക്? നോ. അതായത് അവിടെ ഒരു റിയാക്ഷനും അല്ലെങ്കിൽ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ ബേണിങ്ങിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. കാരണം അവിടെ എന്ത് ചെയ്യുക, നമുക്കറിയാം ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, കത്താൻ സഹായിച്ചു കൊടുക്കുന്നല്ലേ, പിന്നെ ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്യാസാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുമായിരുന്നു, ഇൻസെൻസ് സ്റ്റിക്ക് നല്ല രീതിയിൽ ബേൺ ചെയ്യുമായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് അതേ ഒരു റിയാക്ഷനിലേക്ക് നൗ ആഡ് എ ലിറ്റിൽ മാംഗനീസ് ഡയോക്സൈഡ് ഇൻ ടു ദ ബോയിലിംഗ് ട്യൂബ് ആൻഡ് ഇൻസേർട്ട് ദ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് അഗെയിൻ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ജസ്റ്റ് അതിലേക്ക് ഒരു ചന്ദനത്തിൽ കാണിച്ച സമയത്ത് നമുക്കൊരു വ്യത്യാസം ഇല്ലായിരുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ അതേ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അല്പം മാംഗനീസ് ഡയോക്സൈഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വാട്ട് ഈസ് ഒബ്സർവ്ഡ് നൗ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ. ഇറ്റ് ബേൺസ് ബ്രൈറ്റ്ലി, അതായത് ഈ ഇൻസെൻസ് സ്റ്റിക്ക് നല്ല രീതിയിൽ കത്താൻ തുടങ്ങും. അതിന് കാരണം എന്താണ്, ആ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് അവിടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചന്ദനത്തിൽ നല്ല രീതിയിൽ കത്തുന്നത്. It can be seen that the speed of combustion of the incense stick has increased. അതായത് ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ കമ്പസ്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടന്നത് കൊണ്ടാണല്ലോ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് ആ ഓക്സിജനാണ് കത്താൻ സഹായിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ബിക്കോസ് ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻക്രീസസ് ആൻഡ് മോർ ഓക്സിജൻ ഈസ് റിലീസ്ഡ്. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കൂടുതൽ ഓക്സിജൻ റിലീസായി. Here, the decomposition of hydrogen peroxide is accelerated by the substance manganese dioxide. ഇവിടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷനെ സ്പീഡപ്പ് ചെയ്യുക, ആക്സലറേറ്റ് ചെയ്തത് സബ്സ്റ്റൻസ് ആണ് ഇത് മാംഗനീസ് ഡയോക്സൈഡ്. വൺസ് ദ പ്രോസസ് ഈസ് കംപ്ലീറ്റ്, ഫിൽറ്റർ ദ സൊല്യൂഷൻ യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സൊല്യൂഷനെ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ഈസ് ദ റെസിഡ്യൂ ഓൺ ദ ഫിൽറ്റർ പേപ്പർ? അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന അവശിഷ്ടം റെസിഡ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ MnO2 ആണ്. We can see that it is manganese dioxide itself, and on closer examination it can be seen that there has been no change in its quantity and quality. അതായത്
നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മാംഗനീസ് ഡയോക്സൈഡിൻ്റെ ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒന്നും ഒരു വ്യത്യാസവും വരാതെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുക മാത്രമാണ് ആര് ചെയ്തിട്ടുള്ളത്, MnO2 ചെയ്തിട്ടുള്ളത്, മാംഗനീസ് ഡയോക്സൈഡ് ചെയ്തിട്ട്. അവസാനം നമുക്ക് ഏത് രൂപത്തിലാണോ ഉള്ളത് ആ മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ ചേർത്തത് അതേപോലെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇനി എന്താണ് കാറ്റലിസ്റ്റ് എന്ന് ഇവിടെ ഒരു പറയുന്നുണ്ട്. Substances that increase the rate of chemical reaction without themselves undergoing any permanent chemical change are called catalyst. അതായത് ഒരു സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേരാണെന്ത്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. മാംഗനീസ് ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷനിൽ യൂസ് ചെയ്ത കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാംഗനീസ് ഡയോക്സൈഡാണ്. അതായത് ഒരു സബ്സ്റ്റൻസ് തന്നെ എല്ലാ റിയാക്ഷനും ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ ഓരോ റിയാക്ഷനും ഓരോരോ കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 എക്സാമ്പിളും കൂടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചർ ഓഫ് അമോണിയ ബൈ ഹേബർ പ്രോസസ്സ്. നമുക്കറിയാം അമോണിയയുടെ മാനുഫാക്ചറാണ് ഹേബർ പ്രോസസ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. N2+3H2 gives 2NH3. അതായത് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാവുന്നതാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയേൺ ആണ്, Fe. അപ്പോൾ ഹേബർ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അയൺ ആണ്. ദെൻ നെക്സ്റ്റ് പ്രോസസ്സാണ് കോണ്ടാക്റ്റ് പ്രോസസ്സ്, മാനുഫാക്ചർ ഓഫ് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനാണ് കോണ്ടാക്റ്റ് പ്രോസസ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് 2SO2 + O2 gives 2SO3. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് V2O5 ആണ്, വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അപ്പോൾ കോണ്ടാക്റ്റ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V2O5 ആണ്. ഇവിടെ ഒരു അരമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും കാണിക്കാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവും, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് വീണ്ടും റിയാക്റ്റൻറ്റുമായി മാറുന്ന പ്രോസസ്സാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കാറ്റലിസിസ് ഇൻ നാച്ചുർ. മെനി കാറ്റലിറ്റിക് പ്രോസസ് ഒക്കർ ഇൻ നാച്ചുറലും ഇതേപോലെ ഒരുപാട് കാറ്റലിറ്റിക് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇൻ എവറി ലിവിങ് സെൽ തൗസൻഡ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഒക്കർ അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും എന്ത് ചെയ്യുക, എല്ലാ ജീവികളിലും ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ ആക്സലറേറ്റഡ് ബൈ പ്രോട്ടീൻ മോളിക്യൂൾസ് നോൺ ആസ് എൻസൈംസ്. അതായത് ഈ റിയാക്ഷനൊക്കെ ആക്സലറേറ്റ് ചെയ്യുന്നത് ആരാണ്, എൻസൈംസ് ആയിട്ടുള്ള പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് അല്ലേ. അത് എൻസൈംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, നമ്മൾ ഓൾറെഡി ബയോളജിയിൽ പഠിച്ചതാണ്. ആൻഡ് ഹെൻസ് ദേ ആർ കാറ്റലിസ്റ്റ്. ഫോർ എക്സാമ്പിൾ, അമിലേസ് ഫൗണ്ട് ഇൻ സലൈവ ഈസ് ആൻ എൻസൈം ദാറ്റ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻ ടു മാൾട്ടോസ്. നമ്മളെ സലൈവയിൽ അടങ്ങിയിട്ടിരിക്കുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്, ഒരു എൻസൈമാണ് ഇത് അമിലേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലേറ്റസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.